Hello, my dear people. Welcome back to ACP Vlogs. സർവം മായയ്ക്ക് ശേഷം നിവിൻ പോളി ഈസ് ബാക്ക് അഗൈൻ. ദിസ് ടൈം ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. ബി ഉണ്ണികൃഷ്ണനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ ശ്രീ ഗോകുലം ഫിലിംസ്. ഷറഫുദ്ദീൻ, ബാലചന്ദ്ര മേനോൻ, അങ്ങനെ ഒരു വലിയ കാസ്റ്റ് ആൻഡ് ക്രൂ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ ഇന്നാണ് റിലീസായത്. ഫസ്റ്റ് ലുക്കും ട്രെയിലറും കൂടി ഒരുമിച്ചായിരുന്നു. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം. കമോൺ. ശ്രീ ഗോകുലം മൂവീസ്, എന്റെ വിജയകഥ കേൾക്കാൻ, സെക്രട്ടേറിയറ്റ്, ഗവൺമെന്റ് ഓഫ് കേരള, വിജയം ചിലപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ടാഗോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡിഫൈൻ ചെയ്യപ്പെടാം. പക്ഷേ കോൺഗ്രസ് അങ്ങനെയാണോ? ഗാന്ധിജിയും സമരം, EMS AKG വിജയിച്ചവരാണോ അതോ പരാജയപ്പെട്ടവരോ? ഇതാരാ ഒരു പുതിയ മുഖം? മന്ത്രിസഭ ഷറഫുദ്ദീൻ ഉണ്ട്. രാഷ്ട്രീയക്കാരനാട്ടാ. ജാതി, മതം, നിർണായക ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതിൻ്റെ മുകളിലാണ് ഞങ്ങളെല്ലാം കസേരയും വലിച്ചിട്ടിരിക്കുന്നത്. സത്യസന്ധമായ കാര്യം. ഡിമാൻഡ് അനുസരിച്ച് വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും നിങ്ങളാണ്. നിവിൻ പോളി ഒരു PR വൈബാന്ന് തോന്നുന്നു. ഹായ് സായ് കുമാർ. ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ. ബാലചന്ദ്ര മേനോൻ. ബന്ധുല്ലാത്തൊരാളാണല്ലോ. ഞാൻ ഇന്ന് വീഴുമെന്ന പരക്കെ പറച്ചില്ല. മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. ഹരിശ്രീ അശോകൻ അകത്ത നല്ലൊരു സ്ട്രോങ് കാസ്റ്റിംഗ് ആണ് കേട്ടോ. ആനഗസ്റ്റിൻ, ഒരുപാട് നാൾക്ക് ശേഷം ആനഗസ്റ്റിൻ വീണ്ടും ഫിലിമിലോട്ട് വരുന്ന. The game is level now. സാറിന് അവനെ പറ്റിയല്ല അറിയാം, എന്നെ പറ്റിയോ? പോലീസ് ഉടനെ റിയാക്ട് ചെയ്ത് പക്ക ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് പടം. സോഷ്യൽ മീഡിയയും കത്തണം. കത്തിക്കാം. ഷറഫുദ്ദീൻ മാരക ലുക്ക്. വ്യക്തികളിലല്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ. പ്രതിച്ഛായകൾ മാത്രം. ഇനി ഞാൻ പറയും, സാർ കേൾക്കും. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഉണ്ണികൃഷ്ണൻ ബി. പ്രതിച്ഛായ എന്നാ റിലീസ് ഡേറ്റ് കൊടുത്തിട്ടില്ല. മുന്നോട്ട് അനൗൺസ് ചെയ്യുമായിരിക്കും. റിലീസ് ഡേറ്റ് ട്രെയിലറിനകത്ത് കൊടുത്തിട്ടില്ല. സോ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി, ഷറഫുദ്ദീൻ, ബാലേന്ദ്ര മേനോൻ, ഹരിശ്രീ അശോകൻ, സായ് കുമാർ, ആനഗസ്റ്റിൻ, പിന്നൊരു പുതിയ ആർട്ടിസ്റ്റിനെ കൂടി കണ്ടു, പേരറിയില്ല. ഭയങ്കര വലിയൊരു കാസ്റ്റിംഗ് ആണ്. ഒരു പക്ക പൊളിറ്റിക്കൽ ത്രില്ലർ. ഔട്ട്സൈഡ് കേരളയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. PR ബ്രാൻഡിങ്, പൊളിറ്റിക്സിലെ PR ബ്രാൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിവിൻ പോളിയുടെ ക്യാരക്ടർ, ഐ തിങ്ക് ഹീ ഈസ് ഇൻ ടു PR ബ്രാൻഡിങ് ആൻഡ് ഹിസ് ഫാദർ ഓർ മേ ബി ബാലേന്ദ്ര മേനോൻ ഫാദർ ആയിരിക്കണം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കണം. അങ്ങനെ ആയിരിക്കണം സ്റ്റോറി ലൈൻ പോകുന്നത്. എനിവേയ്സ്, ബി ഉണ്ണികൃഷ്ണൻ്റെ ലാസ്റ്റ് മൂവീസ് ഒന്നും വലിയ ഹോപ്പ് തരുന്നതായിരുന്നില്ല. ബട്ട് ദിസ് ലുക്സ് പ്രോമിസിങ് ആൻഡ് ഐ എം ഹോപ്പിംഗ് ഫോർ ദി ബെസ്റ്റ്. സർവമായയ്ക്ക് ശേഷം നിവിൻ പോളി അടുത്തൊരു ബിഗ് ബാങ്ങർ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ട്രെയിലർ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. അടുത്തൊരു ട്രെയിലർ അല്ലെങ്കിൽ ഒരു മൂവി റിവ്യൂ ആയിട്ട് വരുന്നത് വരെ സീ യു അഗൈൻ. ബൈ.